കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം. ജിമ്മി, സഭയിൽ നടന്ന 2 ദിവസം നടന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഈ സ്വന്തം സംഭാഷണ ശൈലിയെക്കുറിച്ച് ഒരു പുസ്തകമുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് വർത്തമാനത്തിൻ്റെ പ്രകാരഭേദങ്ങൾ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സംഭാഷണ ശൈലിയെക്കുറിച്ച് ഒരു പുസ്തകം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ എഴുത്തുകാരൊക്കെ ചേർന്നിട്ട് കോവിഡ് കാലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ, പൊതുവെയുള്ള സംഭാഷണത്തെക്കുറിച്ചൊക്കെ വിശദമായി എഴുതി. അങ്ങനെ മുഖ്യമന്ത്രി ഈ കാരണഭൂതൻ പാട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ ഉണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യം, അതിനകത്ത് എടുത്തു പറയാവുന്ന പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ അവതരണ രീതിയിലെ അതിനൊരു കലാതന്ത്രമുണ്ട് എന്നാണ് പറയുന്നത്. അത് കണിച്ചക്കാരനായ പിതാവിൻ്റെ ശാസന ഭാഷ, വത്സല പിതാവിൻ്റെ മസൃണ ഭാഷ, ഇതാണ് അതിനകത്തെ ഒരു ലേഖനത്തിലെ ഒരു പ്രസക്തമായ ഭാഗം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സംസാര രീതിയെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഇന്നലത്തെ പ്രസ്താവന വരുന്നത്. പൊക്കം കുറഞ്ഞ ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള ഇന്നലത്തെ പ്രസ്താവന. ആ പ്രസ്താവന കഴിഞ്ഞ് ഇതുവരെ ആ പറഞ്ഞത് തെറ്റായി പോയത് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് കൈവിട്ട പ്രതിഷേധമോ കൈവിട്ട പ്രതികരണമോ എന്നുള്ളതാണ് എനിക്ക് അതിനൊരു തിരുത്ത് പറയാനുള്ളത്. കൈവിട്ട പ്രതികരണങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയപ്പോൾ ഉണ്ടായ ഒരു ക്ഷോഭത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തേണ്ട സമയമായി. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. മുഖ്യമന്ത്രി അത് പറയുന്നു, അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഇന്ന് രാവിലെ ആകുമ്പോൾ മന്ത്രി എം പി രാജേഷ് എന്ന് പറയുകയാണ്, അത് വിചിത്രമായ ന്യായം. എന്തായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത് ന്യായം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് അത് ആരെങ്കിലും വ്യക്തികളെ പറഞ്ഞതാണോ? അപ്പോൾ പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിയമസഭയിൽ മനുഷ്യരല്ലേ ഇരിക്കുന്നത്. ഏതോ ഒരു പൊക്കം കുറഞ്ഞ ആളെക്കുറിച്ചാണല്ലോ. ഇനിയിപ്പോൾ ഒരു സങ്കല്പമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിലോ, ഇനിയിപ്പോൾ ഒരു സങ്കല്പമാണെങ്കിലോ, അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയും. മുഖ്യമന്ത്രിക്ക് ഒരു പ്രസംഗത്തിനിടെ ഒരു കാര്യം കൈവിട്ട് പോയതാണെങ്കിൽ അത് പിൻവലിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ എത്രയോ തവണ ഇത്തരം സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, ഇതേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോഴെല്ലാം അത് ശരിയായില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും. ഒരു 10-20 വർഷം മുമ്പ് ആണും പെണ്ണും കെട്ടവൻ എന്നത് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നതാണ്. പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കൾ, വി എസ് അച്യുതാനന്ദൻ അടക്കം ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പരിഷ്കരിച്ച് വന്ന് ഇതൊന്നും പറയാൻ പാടില്ലാത്ത വാക്കുകളാണെന്നും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയും ഒരുപാട് വാക്കുകളും ഒരുപാട് ശൈലികളും തിരുത്തപ്പെടേണ്ടതുണ്ട്. അതിന് പിന്നിലെ രാഷ്ട്രീയം കാരണം. അത് മനസ്സിലാക്കാനുള്ളൊരു അവസരം വരുമ്പോൾ അത് ശരിയായില്ല. ഇപ്പോൾ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു, ആണത്തം ഉണ്ടെങ്കിൽ ഇത് എനിക്കെതിരെയുള്ള ആരോപണം വി ഡി സതീശൻ തെളിയിക്കണം. അദ്ദേഹം പറഞ്ഞു ഈ ആണത്തം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് ന്യായമാണ്. അങ്ങനെയാണ് നമ്മൾ തിരുത്തുക. ഇത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വാവിട്ട വാക്കല്ലേ, അത് പിന്നെ തിരുത്തിക്കൂടെ? പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മൗനം, ഇന്ന് എം പി രാജേഷ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചമച്ച വിചിത്രമായ വ്യാഖ്യാനം അതോടുകൂടി കൈവിട്ടു പോവുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ചിത്തരഞ്ജൻ MLA പറയുന്നു, സാധാരണ വളരെ സഭ്യമായ സംസാരിക്കണം, അദ്ദേഹത്തിൻ്റെ കൺട്രോൾ വിട്ടു പോവുകയാണ്. 2 കൈയില്ലാത്ത മനുഷ്യർ എവിടെയൊക്കെ ഉറുമ്പ് കയറിയാൽ എന്തൊക്കെ ചെയ്യും എന്ന വളരെ വികലമായ ഒരു അവസ്ഥ വർണ്ണിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഭരണപക്ഷത്തു നിന്ന് വളരെ വലിയ കയ്യടിയും ആഹ്ലാദ ആരവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അടുത്തത് അത് കഴിഞ്ഞിട്ട് തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുന്നു കാസർഗോഡ് എന്നുള്ള ജില്ലയിൽ നിന്നുള്ള MLA. തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുന്നത് പുറത്തൊക്കെ നമ്മൾ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് വേറെ രീതിയിലുള്ള ഭാഷയാണ്. സഭയിലാണ് നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ നഴ്സറി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിങ്ങൾ മോശം പറഞ്ഞാൽ പിന്നെ പുറത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മൗനം, ആ മൗനത്തിൽ നിന്ന് ഇന്ന് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം പൂണ്ട് വിളയാടുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇന്നല്ലല്ലോ. മുമ്പ് നവകേരള സദസ്സിൻ്റെ യാത്രയുടെ സമയത്ത് ആലപ്പുഴയിൽ വെച്ചാണല്ലോ മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രയോഗം നമ്മൾ കേട്ടത്, രക്ഷാപ്രവർത്തനം. അന്ന് പോലീസ് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തിറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് മുമ്പോട്ടും പുറകോട്ടും നോക്കാൻ പറ്റില്ല, ഞാൻ നേരെ കണ്ടു അത് രക്ഷാപ്രവർത്തനമാണ്. ആദ്യം രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു, പിന്നീട് ചോദിക്കുമ്പോഴാണ് എനിക്ക് പുറകിൽ കണ്ണില്ല, അതുകൊണ്ട് ഞാൻ കണ്ടതേ പറയും അത് രക്ഷാപ്രവർത്തനമാണ്. പിന്നീട് അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലായിടത്തും അടിയായിരുന്നു, നേരത്തെ പിടിച്ചടിച്ചു. അത് പോലീസുകാർ മാത്രമല്ല, അത് CPM-കാരുടെ കയ്യിൽ നിന്ന് DYFI-ക്കാരുടെ നിന്ന് അടികിട്ടി. ഞാനൊരു പ്രീസിഡൻസാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കിയുള്ള പരിപാടി ബാക്കിയുള്ള ആൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യും. കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രയോഗമാണ്. അപ്പോൾ അതേ പാറ്റേൺ ഞാനിവിടെ കാണുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു പടി കൂടി കടന്ന് പൊക്കം കുറഞ്ഞ ആളുകളെ കളിയാക്കിയെങ്കിൽ വികലാംഗനെ കളിയാക്കുക, നിയമസഭയിലെ MLA-മാരെ തെമ്മാടി കൂട്ടമെന്ന് വിളിക്കുക,
ഇതൊക്കെയാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇതല്ല ഒരു ശരിയായ രീതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും. സഭയിൽ ബാനർ ഉയർത്തുന്നു, സഭയിൽ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവമല്ല. പിന്നെ വാച്ച് ആൻഡ് വാർഡിലെ സ്ത്രീകൾ മുമ്പിൽ വന്ന് സ്ത്രീകളുമായിട്ടുള്ള തർക്കം നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. MP രാജേഷിനെതിരെ വളരെ വികലമായ ആരോപണം ഉന്നയിക്കുകയും അവസാനം അത് വിഷ്വലിട്ട് നിയമസഭയിൽ സ്പീക്കറുടെ റൂമിൽ ഇട്ട് MP രാജേഷ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി ടി വി രാജേഷും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ജോസഫ് മാത്യുവും ആയിരുന്നു തോന്നുന്നു. ജോസഫ് മാത്യു ആയിരുന്നു. ഇവർ രണ്ടുപേർക്ക് നേരിടുന്ന ആക്ഷേപം ഉണ്ടായിരുന്നത്. അവസാനം ദൃശ്യങ്ങൾ വന്നപ്പോൾ തെളിഞ്ഞു അങ്ങനെയല്ല. അതിനു മുമ്പ് KM മാണി പ്രതിപക്ഷത്ത് നിന്ന് വളരെ മോശമായ ഒരു പദപ്രയോഗം ഉണ്ടായി എന്ന് പറഞ്ഞു. ആ പദപ്രയോഗം ബഹളത്തിൽ മുങ്ങിപ്പോയിട്ട് അവസാനം KM മാണിയെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം KM മാണി നാണം കെട്ട് ആ പ്രസ്താവന നടത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇങ്ങനെ സഭയ്ക്കകത്ത് പല പ്രാവശ്യം ഇത്തരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തൊട്ടു മാന്തി എന്നൊക്കെ പറയുന്നതിനകത്ത് ചിലപ്പോൾ ചെയ്തിട്ടും ഉണ്ടാകും. എനിക്ക് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, ദൃശ്യങ്ങൾ പുറത്തുവിട്ടെ. പക്ഷേ വാച്ച് ആൻഡ് വാർഡിനെ വെച്ച് ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടിയൊക്കെ ഇതിനു മുമ്പും കേരളം കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കും. നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ന്യൂ നോർമലാണ്. സ്പീക്കറുടെ കമ്പ്യൂട്ടർ വരെ അടിച്ചു പൊട്ടിക്കാം, സ്പീക്കറുടെ കസേര വരെ തല്ലിപ്പൊളിക്കാം എന്നൊരു നോർമൽ വരെ നമ്മൾ എത്തിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ട്. അതുകൊണ്ട് അതുവരെ കാര്യങ്ങൾ എത്തട്ടെ. അതുവരെ പ്രതിഷേധങ്ങൾ ഇങ്ങനെയൊക്കെ പോകും. സ്പീക്കറുടെ മുഖത്തേക്ക് ബാനർ പിടിക്കാമോ? പിടിക്കാൻ പാടില്ല. സ്പീക്കറെ തള്ളിയിടാമോ എന്ന് വെച്ചാൽ തള്ളിയിടാൻ പാടില്ല. സ്പീക്കറെ കസേരയിൽ ഇരുത്തുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് സ്പീക്കറെ തള്ളി താൻ തിരിച്ചു പോടോ എന്ന് പറഞ്ഞ് തള്ളുകയോ എന്ന് ചോദിച്ചാൽ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടുള്ള നിയമസഭയാണ്. അതിന് ഓരോ കാലത്ത് ഓരോ ന്യായമുണ്ട്. അതുകൊണ്ട് പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ കൈവിട്ടില്ലെന്നോ പറയാനുള്ള ധാർമ്മികമായ അവകാശം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇല്ല. വേറെ ഇതൊന്നും ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വരുമ്പം അവർ ചെയ്യട്ടെന്നേ പറയാൻ പറ്റും. പക്ഷേ സഭയിലെ ഭാഷ അത് ഇനിയെങ്കിലും ഭരണപക്ഷം ഇന്ന് ഉന്നയിച്ചത് പിൻവലിക്കണം. കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു ഇത്തരം കാര്യങ്ങളിൽ മുൻപേ നടക്കുന്ന ഒരു ശീലമുണ്ട്. വാക്കുകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളൊരു പ്രസ്ഥാനമാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രയോഗങ്ങൾ നാണം കെട്ട പരിപാടിയാണ്. Meet the editors.